നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങളായാലും അത് മറ്റുള്ളവരോട് തുറന്ന് പറയാനായിട്ട് ഭയപ്പെടുന്ന, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ ഒരു ധൈര്യമില്ലാത്തൊക്കെ ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം വന്ന് ചേരുന്നുണ്ട്. ഒരു ഭയവുമില്ലാതെ എന്ത് കാര്യവും പറയാനും ചെയ്യാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പലരും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അതായത് ചില പ്രശ്നങ്ങൾ മൂലം ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു റിലേഷൻ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാവാം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് ആ ഒരു ബന്ധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതുമാവാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ഒരു തുടക്കത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരുപാട് പരീക്ഷണ ഘട്ടത്തിൽ കൂടി, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു വന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി നിങ്ങളെ കടത്തിവിടുന്നത്, ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് നൽകിയത് നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതുവരെയും വിശ്വസിച്ചിരുന്ന പലതിൻ്റെയും സത്യാവസ്ഥ, അതായത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന പല വ്യക്തികളെക്കുറിച്ചും പല സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചില തിരിച്ചറിവുകൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി പ്രപഞ്ചം നിങ്ങളെ കടത്തിവിടുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ പലരും പല വിധത്തിലുള്ള ചതി, വഞ്ചന, ഒറ്റപ്പെടൽ തുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത്. നിങ്ങൾക്ക് ചുറ്റും ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും മനസ്സുകൊണ്ട് പലരും ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള പുതിയ വഴികൾ നിങ്ങളുടെ ഉള്ളിൽ തുറന്ന് നൽകുന്നതാണ്. നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ, സമൃദ്ധി, ഭാഗ്യം ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതായിരിക്കും തിരികെ നിങ്ങൾക്കും ലഭിക്കുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ജീവിതത്തിനൊരു പുരോഗതി, സമൃദ്ധി, സന്തോഷം ഇവയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയം ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ വിവാഹം, സാമ്പത്തികം, റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദവും നിങ്ങളിൽ പലരും നേരിടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം.
നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ സ്വയം നിയന്ത്രിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവാൻ കാരണമാവാം. അതിനാൽ തന്നെ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കുക. കൂടാതെ ഇവിടെ നല്ലൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിനു വേണ്ടിയൊക്കെ പല പ്ലാനുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്ലാനുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ പല കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കുന്ന, നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ടൊക്കെ കാണുന്നവർക്കിടയിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം. ഇപ്പോൾ ഒരു ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതാവാം. അതുപോലെ തന്നെ എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്, നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കുമ്പോൾ അവിടെ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും മറന്ന് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി കൂടി പ്രാധാന്യം നൽകുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. നിങ്ങളെ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.